നമസ്കാരം. എന്തും ചെയ്യും, ഇനിയും ചെയ്യും, കാരണം ഞാൻ മുഖ്യമന്ത്രിയാണ്. ഈ ഒരു മനോഭാവത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓരോ പ്രവൃത്തികളും. കേരളത്തിലെ ജനങ്ങൾക്കും ഇതിപ്പോൾ ശീലമായിരിക്കുന്നു. എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ ആളില്ല, ചോദ്യം ചെയ്തിട്ടൊരു കാര്യവുമില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. വിധവാ പെൻഷനും ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടിൻ്റെ ഗഡുക്കളും മുടങ്ങി. എന്നിട്ടും മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ യാതൊരു കൂസലുമില്ല. പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്നത് പോലെ ഓരോരോ ധൂർത്തുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ 42.5 ലക്ഷം രൂപയുടെ പശുത്തൊഴുത്ത് നിർമ്മിച്ചതൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നീട് 2 ഘട്ടങ്ങളിലായിട്ടാണ് പശുത്തൊഴുത്തിന് ടെൻഡർ വിളിച്ചത്. പശുവുണ്ടെങ്കിൽ ചാണകമിടും, അതുറപ്പാണ്. അതുകൊണ്ട് ക്ലിഫ് ഹൗസിൽ ഒരു ചാണകക്കുഴി നിർമ്മിക്കാൻ പോകുകയാണ്. നമ്മുടെ വീടുകളിൽ ഒരു ചാണകക്കുഴി നിർമ്മിക്കാൻ എത്ര രൂപ ചെലവാകും? ഏറിയാൽ ഒരു 6 പേരുടെ അധ്വാനം. 2 പേർ വീതം 3 ദിവസം നിന്ന് കുഴിച്ചാൽ ചാണകക്കുഴി റെഡി. അങ്ങേയറ്റം പോയാൽ 7500 രൂപ. എന്നാൽ മുഖ്യമന്ത്രിയുടെ വസതിയിലെ ചാണകക്കുഴിക്ക് ചിലവാക്കാൻ പോകുന്നത് എത്ര രൂപയാണെന്നറിയാമോ? വെറും 3,72,000 രൂപ. 3,72,000 രൂപയുടെ ടെൻഡറാണ് ക്ലിഫ് ഹൗസിൽ ചാണകക്കുഴി നിർമ്മിക്കാനായി വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ജനുവരി 16-നായിരുന്നു ടെൻഡർ വിളിച്ചത്. നിങ്ങളൊന്ന് ചിന്തിക്കണം, എത്രയോ കോടി രൂപ പിണറായി വിജയൻ എന്ന ഈ ധൂർത്തൻ കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് പാഴാക്കി കളയുന്നതെന്ന്. 42.5 ലക്ഷം രൂപയുടെ നീന്തൽക്കുളം നവീകരണം, 42.5 ലക്ഷം രൂപയുടെ പശുത്തൊഴുത്ത്, 25.5 ലക്ഷം രൂപയുടെ ലിഫ്റ്റ്. പിണറായി വിജയനും ഭാര്യയ്ക്കും മാത്രം വെറും 2 കൊല്ലത്തെ ചികിത്സാ ചെലവായി 75 ലക്ഷം രൂപ. ഒരു പ്രയോജനവുമില്ലാതെ ഭാര്യയെയും പരിവാരങ്ങളെയും കൂട്ടിയുള്ള 100 കണക്കിന് വിദേശയാത്രകൾ. അമേരിക്കയിലെ ചികിത്സാ ചെലവ്, ലക്ഷങ്ങൾ മുടക്കി ക്ലിഫ് ഹൗസിൽ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകൾ, 30 ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റ. അത് വാങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ 33,33,000 രൂപ മുടക്കി കിയ കാർണിവൽ. സുരക്ഷാ ചെലവിന് മാത്രം വേണം ഒരു മാസം 2 കോടിയോളം രൂപ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് എത്ര രൂപ ചെലവാകും? സുരക്ഷാ സംഘത്തിൽ എത്ര ഉദ്യോഗസ്ഥരുണ്ട്? ഇവരുടെ ശമ്പളം എത്ര? എന്നിങ്ങനെയുള്ള നിയമസഭയിലെ ഷാഫി പറമ്പിൽ MLA-യുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ രഹസ്യമാണ്, അത് പരസ്യമാക്കാൻ കഴിയില്ല എന്നാണ്. ജനങ്ങളുടെ പണമെടുത്ത് മൂക്കുമുട്ടെ തിന്നാം, സർക്കിട്ട് അടിക്കാം, എത്രയൊക്കെ ആഡംബരത്തിൽ സുഖിച്ചു ജീവിക്കാമോ അങ്ങനെയൊക്കെ ജീവിക്കാം. ഇതൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ പൊതുജനങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഇത് കേരളത്തിലെ പാവപ്പെട്ട കൂലിപ്പണിക്കാരും സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തവരും ആത്മഹത്യ ചെയ്ത കർഷകരും ഉൾപ്പെടെയുള്ളവരുടെ കുടുംബങ്ങളുടെ കയ്യിൽ നിന്ന് പിഴകളായും നികുതികളായും പിടിച്ചു പറിക്കുന്ന പണമാണ് ഇങ്ങനെ ധൂർത്തടിക്കുന്നത്. ദാ ഇപ്പോൾ കാരാവാൻ വാങ്ങാൻ പോകുന്നത്രേ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക്. മനസ്സാക്ഷി എന്ന ഒന്ന് ഈ മനുഷ്യനില്ലേ? പൊതുജനങ്ങൾ ചിന്തിക്കട്ടെ, ഇയാളെ ഇനിയും ഇങ്ങനെ കയറൂരി വിട്ടാൽ കേരളത്തിൻ്റെ അവസ്ഥ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ എന്തായിത്തീരുമെന്ന്.